ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം ഉദ്യോഗസ്ഥരെ കുരുക്കിലാക്കുന്ന മൊഴികളാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ളത്. പോറ്റിയുടെ മൊഴിയിൽ ഏറ്റവും അധികം ഉന്നം വെക്കുന്നത് ദേവസ്വം ഉദ്യോഗസ്ഥരെയാണ്. ഉദ്യോഗസ്ഥരുമായി ചേർന്ന് വൻ ഗൂഢാലോചനയാണ് സ്വർണം തട്ടിയെടുക്കലിനായി നടത്തിയത്. ദേവസ്വത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അടക്കം ഈ ഗൂഢാലോചനയിൽ പങ്കുചേർന്നു. ക്രിമിനൽ ഗൂഢാലോചനയുടെ സ്വഭാവം ഇതിനുണ്ടായിരുന്നുവെന്നും SITക്ക് പോറ്റി നൽകിയ മൊഴിയിൽ പറയുന്നു. അതിനർത്ഥം ദേവസ്വം ഉദ്യോഗസ്ഥർ അറിഞ്ഞു തന്നെയാണ് ക്രിമിനൽ ഗൂഢാലോചന നടന്നത് എന്നാണ്. പോറ്റിയെ 14 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിട്ടുണ്ട്. സ്വർണം വീണ്ടെടുക്കലും കേരളത്തിന് പുറത്തുള്ള തെളിവെടുപ്പും അടക്കം നടത്തുന്നതിന് കസ്റ്റഡിയിൽ വിട്ടുകിട്ടേണ്ടത് അത്യാവശ്യമാണ് എന്ന് SIT കോടതിയിൽ വാദിച്ചിരുന്നു. ഇതുകൂടി കണക്കിലെടുത്താണ് കസ്റ്റഡി അനുവദിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയുള്ള റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. 2 കിലോ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശപ്പെടുത്തിയെന്നാണ് SIT റിപ്പോർട്ടിൽ പറയുന്നത്. കൈവശപ്പെടുത്തിയ സ്വർണം വീണ്ടെടുക്കാൻ കസ്റ്റഡി അനിവാര്യമാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നടപടി ആചാര ലംഘനമാണ് എന്നും കൂട്ടുപ്രതികളുടെ പങ്കടക്കം വ്യക്തമാകേണ്ടതുണ്ട് എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. സ്വർണ്ണക്കൊള്ളയിൽ സ്മാർട്ട് ക്രിയേഷന് പങ്കുണ്ട് എന്നും അറസ്റ്റ് റിപ്പോർട്ടിൽ പരാമർശം. പാളികളിലെ സ്വർണം തട്ടിയെടുക്കാൻ ആസൂത്രിത ശ്രമം നടന്നതായും 2 മുതൽ 10 വരെ പ്രതികൾക്ക് അന്യായമായ ലാഭമുണ്ടാക്കാൻ പോറ്റി ഇടപെട്ടുവെന്നുമാണ് അറസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. ഞാൻ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത് സന്നിധാനത്ത് വന്നപ്പോൾ മുതൽ ഈ സ്വർണ്ണക്കൊള്ളയുടെ ആസൂത്രണം തുടങ്ങി. അതിൽ ഉദ്യോഗസ്ഥർ അടക്കം വലിയ ഗൂഢാലോചനയിൽ പങ്കെടുത്തുവെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അന്യായമായ നഷ്ടവും തങ്ങൾക്ക് ലാഭവും ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെയും കരുതലോടെയുമാണ് ഈ വിശ്വാസവഞ്ചന നടത്തിയത്. സ്വർണം തട്ടിയെടുത്ത് ലാഭം നേടിക്കൊടുക്കാൻ വേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിച്ചത് എന്ന ഗുരുതരമായ ആരോപണവും അറസ്റ്റ് റിപ്പോർട്ടിലുണ്ട്. പരാതി നൽകാനെത്തി സ്വയം കുഴിച്ച കുഴിയിൽ വീണതോടെ തനിക്കൊപ്പം കള്ളത്തരത്തിന് കൂട്ടുനിന്ന കള്ളനാണയങ്ങളെ മുഴുവൻ തുറന്നു കാട്ടുമെന്ന നിലപാടിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ ശേഷം കോടതിയിൽ നിന്ന് ഇറങ്ങി വരും വഴി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തു. തന്നെ കുടുക്കിയവർ നിയമത്തിന് മുന്നിൽ വരും എന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. പോറ്റിയെ കരുവാക്കി സ്വർണം തട്ടിയെടുക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചുവെന്നാണ് SITയുടെ റിപ്പോർട്ടിലുള്ളത്. മൂരാരി ബാബു, സുധീഷ് കുമാർ അടക്കമുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് പോറ്റി ഒത്താശ ചെയ്തതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. നിർണായകമായ മൊഴി ലഭിച്ചതോടെ അന്വേഷണം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെ കടത്തിക്കൊണ്ടുപോയ സ്വർണം കണ്ടെത്തുക എന്നത് ശ്രമകരമായ ദൗത്യമാണ്. അതോടൊപ്പം തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥരടക്കം മറ്റ് പ്രതികളെയും കണ്ടെത്തേണ്ടതുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിലായിരിക്കും പ്രത്യേക സംഘം. താൻ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത് സന്നിധാനത്ത് വന്നപ്പോൾ മുതൽ സ്വർണ്ണക്കൊള്ളയുടെ ആസൂത്രണം തുടങ്ങി എന്ന പോറ്റിയുടെ വെളിപ്പെടുത്തൽ ഗൂഢാലോചനയുടെ അറിയപ്പെടാത്ത ആഴങ്ങളിലേക്കാണ് വെളിച്ചം വീശുന്നത്. സ്പോൺസർമാരെ കണ്ടെത്താൻ ശേഷിയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ലഭിച്ചപ്പോൾ മൂരാരി ബാബു അടക്കമുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഉള്ളിൽ തോന്നിയ കുശാഗ്ര ബുദ്ധിയാണോ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. കേസ് അന്വേഷണം പുതിയ ഘട്ടത്തിലേക്ക് കടന്നതോടെ നിർണായകമായ പല കണ്ടെത്തലുകളും അന്വേഷണ സംഘം ഇനി നടത്തേണ്ടതുണ്ട്. തട്ടിയെടുത്ത സ്വർണം എങ്ങനെ ഉപയോഗിച്ചു എന്നതാണ് അതിൽ ആദ്യം കണ്ടെത്തേണ്ടത്. സ്വർണം പലർക്കായി വീതിച്ചു നൽകിയെന്ന് പോറ്റി സമ്മതിച്ചിട്ടുണ്ട്. ഇതിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പേരുകളുമുണ്ട്. ഈ ഘട്ടത്തിൽ കൂട്ടുത്തരവാദികളുടെ പങ്കിനെക്കുറിച്ചും പ്രതി സമാനമായ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്നും അന്വേഷിക്കണമെന്ന് കസ്റ്റഡി അപേക്ഷയിൽ SIT വ്യക്തമാക്കിയിരിക്കുകയാണ്. സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ച ശേഷം അത് സഹായിയായ കൽപേഷിനാണ് കൈമാറിയത് എന്ന് പോറ്റി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടക്കുമ്പോഴെല്ലാം കൽപേഷ് സജീവമായിരുന്നു എന്ന മൊഴി കൽപേഷിന് പിന്നിൽ ഉന്നതന്മാരുണ്ടോ എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘത്തെ എത്തിച്ചിരിക്കുകയാണ്. കാണാമറയത്തുള്ള കൽപേഷ്, നാഗേഷ് എന്നിവരുടെ ഇടപെടലിൽ ദുരൂഹതയുണ്ട് എന്ന് പ്രത്യേക അന്വേഷണ സംഘം ഉറപ്പിക്കുന്നു. ഇന്നലെ ഉച്ചയോടെ കസ്റ്റഡിയിലെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏകദേശം 18 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത്. ഒടുവിൽ വ്യാഴാഴ്ച രാത്രിയോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. റാന്നി കോടതിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഹാജരാക്കിയത്. അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു നടപടിക്രമങ്ങൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആവശ്യം പരിഗണിച്ച് വക്കീലുമായി സംസാരിക്കാൻ 20 മിനിറ്റ് കോടതി അനുവദിച്ചു. കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായി കോടതിയിൽ ഹാജരാക്കി പുറത്തിറങ്ങും വഴി പോറ്റിക്ക് നേരെ ചെരുപ്പേറുമുണ്ടായി. BJP പ്രാദേശിക നേതാവാണ് ചെരുപ്പെറിഞ്ഞത്. ഒക്ടോബർ 30 വരെ പോറ്റി ഇനി SITയുടെ കസ്റ്റഡിയിൽ തുടരും. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡിലും ശബരിമലയിലുമുള്ള സ്വാധീനം ആരെയും അമ്പരപ്പിക്കുന്നതാണ്.
2017 മുതൽ സന്നിധാനത്ത് സാന്നിധ്യമുറപ്പിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി പടിപടിയായി ദേവസ്വത്തിൽ സ്വാധീന വലയം സൃഷ്ടിച്ചു. 2019 ജൂലൈ മാസത്തിലാണ് സ്വർണ്ണപ്പാളി എടുത്തുകൊണ്ടുപോകുന്നത്. പിന്നീട് 2020 പീഠവും കൊണ്ടുപോയി. പക്ഷേ സന്നിധാനത്തെ പോറ്റിയെ ആദ്യം കണ്ടു തുടങ്ങുന്നത് 2007 മുതലാണ്. അന്ന് സദാസമയവും കീഴ്ശാന്തിക്കാരുടെ മുറികൾക്ക് മുന്നിൽ സ്ഥാനം പിടിച്ച പോറ്റി ഒരു 4-5 വർഷം കൊണ്ട് തന്നെ സന്നിധാനത്തെ ശാന്തിമാർക്കും മറ്റും വിശ്വസ്തനായി മാറി. മുൻപ് സ്കൂൾ പഠനകാലം കഴിഞ്ഞ് ബാംഗ്ലൂരിലേക്ക് പോയ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ശ്രീറാംപുര ക്ഷേത്രത്തിൽ പൂജാരിയായിരുന്നുവെന്ന് അവകാശപ്പെടുന്നുണ്ട്. പഴയ ബാംഗ്ലൂർ ബന്ധം വെച്ച് അവിടുത്തെ ധനികരായ ചില തീർത്ഥാടകർ പോറ്റിയെ ശബരിമലയിലെ കാര്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു. റെസീറ്റുകളില്ലാതെ ഇവർക്കെല്ലാം പല ഇടപാടുകളും പോറ്റി സന്നിധാനത്ത് ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇത് ശ്രദ്ധയിൽപ്പെട്ട ദേവസ്വം വിജിലൻസ് 2014 മുതൽ പോറ്റിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തുടങ്ങി. സന്നിധാനത്ത് തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കിയതോടെ അതില്ലാത്തതിനാൽ പുറത്തുപോയ പോറ്റി അതിനേക്കാൾ ശക്തനായി തിരിച്ചു വന്നു. തിരിച്ചെത്തിയ പോറ്റിയുടെ പുതിയ വേഷം സ്പോൺസറുടേതായിരുന്നു. ബാംഗ്ലൂരിലെ ധനികരെ ശബരിമലയിലെ വികസന കാര്യങ്ങളുമായി ചേർത്ത് സ്പോൺസർ കുപ്പായം അണിഞ്ഞ പോറ്റിയുടേത് ദേവസ്വം ബോർഡിന് സേവനമായി. 2016 മുതൽ ഇത്തരം സ്പോൺസർഷിപ്പുകളിലൂടെ ദേവസ്വത്തിന്റെ ഓമനിയായി മാറിയ പോറ്റി 2017 മുതൽ സന്നിധാനത്തും ദേവസ്വം ബോർഡിലും തന്റെ സ്വാധീനം ഉറപ്പിച്ചു. അങ്ങനെയാണ് വാതിൽപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളും സ്വർണം പൂശാനുള്ള നിയോഗം പോറ്റിയെ തേടിയെത്തിയത്. അതിനു മുൻപ് തന്നെ തിടപ്പള്ളി നവീകരണം, അന്നദാനം, ക്ഷേത്രാലങ്കാരം അടക്കം നിരവധി സേവനങ്ങൾ പോറ്റി വഴി സന്നിധാനത്തെത്തിയിരുന്നു. സ്വർണ്ണപ്പാളി ആദ്യം എത്തിച്ച ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം വേർതിരിക്കാനുള്ള സംവിധാനം ഇല്ലെന്നാണ് ഉടമ പങ്കജ് ഭണ്ഡാരി ആദ്യം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഹൈദരാബാദിലെ അവരുടെ മറ്റൊരു സ്ഥാപനമായ മന്ത്രയിലേക്ക് കൊണ്ടുപോയിരിക്കണം. എവിടെയാണ് സ്വർണം വേർതിരിച്ചത് എന്നത് സംബന്ധിച്ച ശാസ്ത്രീയ തെളിവുകൾ ലഭിക്കേണ്ടത് അനിവാര്യമാണ്. അതിന്റെയൊക്കെ അന്വേഷണത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം.